ഈ പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട വാപ്പയോട് നീ ഹത്തബോധണ്ട, നീ ഹത്തബോധണ്ട, ഒരു 10 സൂറത്തെങ്കിലും അറിയുമോ പോ. ഇന്നിവിടെ നിന്ന് എഴുന്നേറ്റ് പാതിരാത്രികൾ പുതൂർ പള്ളിയുടെ പള്ളിക്കാറ്റിൽ കിടക്കുന്ന മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് തെറ്റാതെ ഒരു യാസീനോദാൻ, കാണാതെ ഒരു യാസീനോദാൻ നിനക്കറിയുമോ? നാളെയും ഇതുപോലെ നീയും പോയി കിടക്കേണ്ടവനാ. നിന്റെ മക്കളെയെങ്കിലും നീ ഒന്ന് പഠിപ്പിക്കണേ. ഇവിടുത്തെ മദ്രസയിൽ പഠിക്കാൻ മക്കളില്ല, നിങ്ങൾക്കെല്ലാം ഭൗതിക വിദ്യാഭ്യാസം മതിയല്ലോ, ഖുർആൻ പഠിപ്പിക്കാൻ സമയമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് എന്റെ ഒരു അനുഭവം പറഞ്ഞ് വാഴ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള ഒരു 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി എന്നെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് എന്നോട് സംസാരിച്ചു. അവിടെ നിന്ന് പറയുന്നു, ഉസ്താദേ 11 വയസ്സുള്ള നഫീസ എന്നൊരു പൊന്നുമോൾ എനിക്കുണ്ട്. ഉസ്താദിനെ വല്ലാത്ത ഇഷ്ടമാണ്. എവിടെ വേദന വന്നാലും ഉസ്താദിന്റെ വേദ കേൾക്കാൻ വരുന്നവളാ. എന്നിട്ടാ പെങ്ങള് പറയുന്നു, എനിക്കെന്റെ പൊന്നുമോനെ ഉസ്താദിനെ പോലെ ഒരു മകനെ എനിക്ക് കിട്ടാനാ ദുആ ചെയ്തു. ഞാനെങ്ങനെ ഗർഭിണിയായി പ്രസവിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്റെ കുഞ്ഞു മരിച്ചു ഉസ്താദ്. 3ാമതും ഗർഭിണിയായി ആ പെണ്ണ് 7 മാസമായപ്പോ ബാത്റൂമിനകത്തുനിന്ന് തട്ടി വീണിട്ട് വയറ് പോയി തറയിലടിച്ചിട്ട് എന്റെ കുഞ്ഞു വയറ്റിനകത്ത് കിടന്ന് മരണപ്പെടുകയാണ്. 2 മക്കളും മരിച്ചു. ഇനി പ്രസവിക്കില്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞു. 11 വയസ്സുള്ള നഫീസ എന്ന പൊന്നുമോള് ഇതുപോലെ ഒരു വഅദ് കേൾക്കാമെന്നു. ഒരു വഅദിന്റെ സദസ്സിൽ വെച്ച് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു കൊടുത്തപ്പോ നഫീസ എന്ന പൊന്നുമോള് വീട്ടിലേക്ക് ഓടുകയാണ്. വഅദ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എനിക്ക് ഖുർആൻ പഠിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവിടുവോ, എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവിടുവോ? 11 വയസ്സുള്ള നഫീസ എന്ന പൊന്നുമോള് ചോദിക്കുമ്പോ ഉമ്മ പറഞ്ഞില്ല, അനുവാദം കൊടുത്തില്ല. കാരണം ആകെയുള്ള പൊന്നുമോളല്ലേ. 4 ദിവസം ഉപ്പാനോടും ഉമ്മയോടും പറഞ്ഞുകൊണ്ട് നടന്നു. ആരും സമ്മതിക്കാതെ വന്നപ്പോ 5ാമത്തെ ദിവസം പൊന്നുമോള് വീടിനകത്ത് പട്ടിണി കിടക്കുകയോ. രാവിലെ ചായ കുടിച്ചില്ല, കാപ്പി കുടിച്ചില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം തിന്നില്ല, പച്ചവെള്ളം കുടിച്ചുകൊണ്ട് വീടിനകത്ത് സ്കൂളിൽ പോകാതെ നഫീസ എന്ന പൊന്നുമോള് കരഞ്ഞുകൊണ്ട് കിടക്കുകയോ. അവസാനം വൈകുന്നേരം ഭർത്താവ് വന്നപ്പോ അല്ലാഹുവേ പൊന്നുമോളടുക്കൽ പോയിരുന്ന് സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷേ മോള് കേൾക്കുന്നില്ല, വാസിനാട്. അവസാനം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നഫീസ ഉമ്മയ്ക്ക് ഖുർആൻ ഓതാൻ അറിയാം, ഉമ്മയ്ക്ക് ഖുർആൻ ഓതാൻ അറിയാം. ഓരോ സൂറത്ത് പഠിച്ചിട്ട് ഉമ്മയോട് കേൾപ്പിച്ചാ പോരെ. അല്ലാഹുവേ ആ പൊന്നുമോൾക്ക് വല്ലാത്ത സന്തോഷമായി. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാ വല്ലാത്ത ഉത്സാഹമാണ്. വീടിനകത്ത് കയറിയിരുന്നിട്ട് അല്ലാഹുവേ ഖുർആൻ പഠിക്കും. ഓരോ സൂറത്തുകൾ പഠിച്ചിട്ട് ഉമ്മയുടെ അടുക്കൽ പോയി ഓടി കേൾപ്പിക്കുകയാ. 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു അതാ ഖുർആൻ ഇങ്ങനെ പഠിച്ചു 4 ജുസുമായി. ഒരു ദിവസം ഉമ്മാന്റെ അടുക്കലേക്ക് പോകുമ്പോ ഉമ്മ കണ്ട് യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നഫീസ ചോദിച്ചു, ഉമ്മ കാണാതെ അറിയില്ലേ? ഉമ്മ പറഞ്ഞു, മോളെ എനിക്ക് കാണാതെ യാസീൻ ഓതാൻ അറിയില്ല. ആ 11 വയസ്സുകാരി പറഞ്ഞു, ഉമ്മ എനിക്കറിയാം ഉമ്മ, ഉമ്മയ്ക്ക് ഇത്ര വയസ്സായല്ലോ, ഇതുവരെ ഒരു യാസീൻ പോലും പഠിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഹിദായത്ത് കൊടുക്കുകയാണ്. ആ പെങ്ങള് പറഞ്ഞു, അവരും ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ഓരോ സൂറത്ത് മകളെ കേൾപ്പിക്കും, മകള് പഠിച്ചത് ഉമ്മയെ കേൾപ്പിക്കും. എന്തൊരു സ്നേഹമെന്നറിയുമോ, എന്തൊരു ബന്ധമെന്നറിയുമോ? അവസാനം ആ പെങ്ങള് പറയുകയാ, നഫീസ എന്ന പൊന്നുമോള് 11 ജുസ് കാണാതെ പഠിച്ചു. ഈ പെങ്ങൾ 6 ജുസ് കാണാതെ പഠിച്ചു. ആ പെങ്ങള് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ എന്റെ പൊന്നുമകളുടെ മൂക്കിലൂടെ ബ്ലഡ് വരാറുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കും. ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കാം. 2ാമത്തെ നിലയിൽ നിന്ന് നഫീസ എന്ന പൊന്നുമോൾ ഇറങ്ങി വരുമ്പോ പടിയിൽ വെച്ചെന്ന് തലകറങ്ങി വീണു. എടുത്തുകൊണ്ട് കോഴിക്കോട് കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. അവസാനം നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റിസൾട്ട് വന്നു, നഫീസാൻ തലച്ചോറിൽ ക്യാൻസറോ.
പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹുവേ, എന്നെ ഇഷ്ടപ്പെട്ടവനാണല്ലോ. കണ്ണൂർ ജില്ലയിൽ വയത് കഴിഞ്ഞിട്ട് പാതിരാത്രി കോളേജ് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ ന്യൂസ് ഹോസ്പിറ്റലിന്റെ ഓരത്ത് വന്നപ്പോ എനിക്കൊന്ന് തോന്നിയ പൊന്നുമോളെ ഒന്ന് കാണണമല്ലോ. അല്ലാഹുവേ, പാതിരാത്രി 1:30 വാർഡന്റെ അടുക്കൽ പോയി കൈകാല് പിടിച്ചിട്ട് ആരും അറിയാതെ പാതിരാത്രി എന്റെ പ്രിയപ്പെട്ട നഫീസാനെ കാണാ പോകുമ്പോ രണ്ട് കൈയും ഇങ്ങനെ കട്ടിലിൽ കെട്ടിവെച്ചിരിക്കുകയാ. രണ്ട് കൈയും ഇങ്ങനെ കട്ടിലിന്റെ സൈഡിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അവിടെ നിന്നവരോട് ചോദിച്ചു, എന്ത് ഉസ്താദേ, തലച്ചോറിനകത്ത് വേദന എടുക്കുമ്പോ നഫീസ മുടി പിടിച്ചു വലിച്ചു പറിക്കുകയോ? എന്റെ പൊന്നുമോൾക്ക് വേദന സഹിക്കാതെ വരുമ്പോ മുടി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. അതിനാണ് കൈകെട്ടിക്കിട്ടിരിക്കുന്നത്. സഹിക്കാൻ കഴിഞ്ഞില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ആ പൊന്നുമോളെ ഒന്ന് നോക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്നിറങ്ങുമ്പോ നഫീസ ചോദിച്ചു, ഉസ്താദേ, എന്നെ കാണാതെ പോവുകയാണോ? എന്നെ കാണാതെ പോവുകയാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം 11 വയസ്സുള്ള പൊന്നുമോളുടെ ഓരത്ത് വന്നിരുന്നിട്ട് ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ പൊന്നുമോള് കരയുകയോ? ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചു പോയി. തലയ്ക്ക് വേദനയെടുത്തിട്ട് കരയുകയാ, തലയ്ക്ക് വേദനയെടുത്തിട്ട് കരയുകയാ. എന്തേ നഫീസ, തലവേദനിക്കുന്നോ എന്ന് ചോദിച്ചപ്പോ ആ 11 വയസ്സുള്ള ഒരു ചെറിയ പെണ്ണ് പറഞ്ഞ വാക്ക് ഞാൻ മരിക്കുവോളം മറക്കൂല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ചെറുപ്പക്കാരോട്, എന്നെ സ്നേഹിക്കുന്ന എന്റെ ഉമ്മ പെങ്ങന്മാരോട് സ്വന്തം ഒരു മകനെ പോലെ, കൂടപ്പുറപ്പിനെ പോലെ പറഞ്ഞിട്ട് പിരിയുകയാ. നഫീസ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ് പിരിയുകയാ. 11 വയസ്സുള്ള പെണ്ണുമോള് തലച്ചോറ് ക്യാൻസർ പിടിച്ചിട്ട് മുടി മുഴുവനും പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന നഫീസ എന്ന പെണ്ണുമോള് അവിടെ കരയുമ്പോ ചോദിച്ചു, നഫീസ, തലവേദനിക്കുന്നോ നഫീസ, തലവേദനിക്കുന്നോ നഫീസ? കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ, എനിക്ക് അല്ലാഹു ഖുർആൻ പഠിക്കാൻ ഭാഗ്യം തന്നില്ല ഉസ്താദ്. ഞാൻ പട്ടിണി കിടന്നത് വെറുതെയായി പോയല്ലോ. ഞാൻ പട്ടിണി കിടന്നത് വെറുതെയായി പോയല്ലോ. അല്ല എനിക്ക് ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം തന്നില്ലല്ലോ. ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകുന്നില്ല ഉസ്താദ്. പാതിരാത്രി എണ്ണിച്ചുകൂടി എന്റെ വാപ്പയോട് വയസ്സെത്രയായി വാപ്പ, നിനക്കൊരു 10 സൂറത്തിനുള്ളിൽ കാണാതറിയോ? ഒരു 10 സൂറത്തെങ്കിലും 11 വയസ്സുള്ള പെണ്ണിനെത്ര പ്രായമുണ്ട്? നിന്റെ കൊച്ചുമകളുടെ പ്രായമല്ലേ ഉള്ളൂ. അവള് ക്യാൻസർ പിടിച്ചിട്ട് 2 കൈയിൽ കെട്ടിവെച്ചിട്ട് കരയുന്നത് തലക്കകത്തുള്ള വേദന കൊണ്ടല്ല. അല്ലാഹു എനിക്ക് ഖുർആൻ പഠിക്കാനുള്ള ഭാഗ്യം തന്നില്ലല്ലോ. ഉസ്താദേ, ഞാൻ പഠിച്ചതൊക്കെ മറക്കുന്നല്ലോ. എനിക്ക് നരകം കിട്ടുമോ? സൂറത്ത് പഠിച്ചവരാ പള്ളിയിലെ ഉസ്താദന്മാർ ഒരുപാട് പഠിപ്പിച്ചില്ലേ? ഓർമ്മയുണ്ടോ വാപ്പാ? ഓർമ്മയുണ്ടോ പെങ്ങളെ? നഫീസ പറയുകയാ, പഠിച്ചതൊക്കെ മറക്കുന്നല്ലോ ഉസ്താദ്. എനിക്ക് നരകം കിട്ടുമോ? എനിക്ക് നരകം കിട്ടുമോ? അതുകൊണ്ട് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ ഇടുകയാ. നീയൊന്ന് സ്വന്തമായി ചിന്തിച്ചുകൂടെ? നിനക്കിനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ? ഇനി എന്ന് നന്നാവാനാ? എല്ലാരും നന്നായില്ല ഉമ്മ, എല്ലാരും നന്നായില്ല ഉപ്പ, നീ എന്ന് നന്നാവാനാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ മക്കളെങ്കിലും നിനക്കൊന്ന് പഠിപ്പിച്ചുകൂടെ? ഒരു ഹാഫിളെങ്കിലും വേണ്ടേ? നിന്റെ മക്കളിൽ ഒരുത്തരെങ്കിലും ഒന്ന് ഹാഫിളാക്കണ്ടേ? പള്ളിക്കാട്ടില് കൊണ്ടുവെക്കുമ്പോ, അല്ലാഹുവേ, ഇവിടെ നിന്റെ ജനാസ കൊണ്ടുവെക്കുമ്പോ ഇമാമത്ത് നിൽക്കോ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു പൊന്നുമോ വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോ അവസാനമായിട്ട് ഖുർആൻ നെഞ്ചത്ത് കൊണ്ട് നടക്കുന്ന ഒരു പൊന്നുമോള് നിന്റെ ജനാസ കുളിപ്പിക്കണ്ടേ? അതുകൊണ്ട് വേദന നിർത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കണേ. മദ്രസയുടെ പഠനം കഴിഞ്ഞിട്ട് എത്ര വലിയ മേഖലയിലെത്തിയാലും വാപ്പാ, നിന്റെ പൊന്നുമോ നന്നാവൂല. കാരണം അല്ലാഹനെ മറന്നവനാ, അല്ലാഹനെ മറന്നവനാ. ഖുർആൻ പഠിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ
18 സ്കൂളിൽ വിട്ടവനാ. അവസാനം നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നീ പഠിപ്പിച്ച പൊന്നുമോന് ചങ്ങനാശ്ശേരിയിൽ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരെ തെണ്ടി നടക്കുമുപ്പാ. നിന്റെ മോനിന്റെ മയ്യത്ത് കുളിപ്പിക്കൂല. നിന്റെ കബറിന്റെ പുറത്ത് വന്ന് ഒരു യാസീൻ പോയിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ എന്നൊരു സലാം പോലും പറയാ നിന്റെ മോനുണ്ടാ.